ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. മാക്സിമം എല്ലാവരും നമുക്കൊരു ലൈക്ക് തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു അതിമനോഹരമായ പുലർച്ചെയാണ്. അങ്ങനെ നേരം വെളുക്കുന്നു. നേരം വെളുത്ത നമ്മുടെ രേവതി ഒരു നിലവിളക്കൊക്കെ കത്തിച്ചുകൊണ്ട് ആണ് ഇന്നത്തെ ആ ഒരു വിശേഷത്തിലേക്ക് കടക്കുന്നത്. നമ്മുടെ പുതിയ രേവതിയാണ് കേട്ടോ, നമ്മുടെ പഴയ രേവതിയല്ല. ഇന്നു മുതൽ നമുക്ക് പുതിയ രേവതിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ പുതിയ രേവതിയെ കാണിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു അടിപൊളി പ്രഭാതവും ഒക്കെ കാണിച്ച് നിലവിളക്കൊക്കെ കൊളുത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ നമ്മുടെ രേവതി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ നിലവിളക്കൊക്കെ കൊളുത്തി ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അമ്മയെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നേരെ കിച്ചണിലേക്ക് പോയി ചായ തിളപ്പിക്കുന്ന പുതിയ രേവതി. അങ്ങനെ നമ്മുടെ രവീന്ദ്രന്റെ മുമ്പിലേക്ക് ആ ചായയുമായിട്ട് ചെല്ലുകയാണ്. അപ്പം രവീന്ദ്രൻ ചോദിച്ചു, സച്ചി എണീറ്റില്ലേ മോളെ? ഇല്ലച്ചാ, സച്ചേട്ടൻ എണീറ്റില്ല. അയ്യോ ദേ അച്ഛ, രാവിലെ എന്നെ വിളിക്കാൻ പറഞ്ഞതാ, ഞാൻ മറന്നുപോയി, ഞാൻ പോയി വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ സച്ചിനെ വിളിക്കാൻ പോവാണ് കേട്ടോ. പഴയ സ്വരമൊക്കെ തന്നെയാണ് കേട്ടോ, സ്വരത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല. പുതിയ രേവതി ആണെന്നേ ഉള്ളൂ, നമുക്ക് ഉൾക്കൊണ്ടേ കഴിയൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നും കൂടെ എടുത്തു പറഞ്ഞത്. ഏതായാലും നമ്മുടെ രേവതി സച്ചിനെ വിളിക്കാൻ വേണ്ടി ഓടി റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഭയങ്കര ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് രേവതി പറഞ്ഞു, ഇത് നല്ല ഉറക്കമാണെന്നാ തോന്നുന്നത്, വിളിച്ചെണീപ്പിക്കണോ? നല്ല സ്വപ്നത്തിലാണെന്നാ തോന്നുന്നത്, നല്ലല്ലോ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഹേയ്, വിളിച്ചെണീപ്പിക്കാതിരിക്കണ്ട. ഇനിയിപ്പം വിളിച്ചെണീപ്പിച്ചില്ലെങ്കിൽ അതിന് വഴക്ക് പറയും, ഓട്ടം ഉള്ളതല്ലേ. സച്ചേട്ടാ എണീക്ക് സച്ചേട്ടാ, ദേ സമയം എത്രയായിന്ന് നോക്കിയേ. സച്ചേട്ടൻ തന്നെയല്ലേ രാവിലെ എന്നോട് വിളിക്കണമെന്ന് പറയുന്നത്. എണീക്ക് സച്ചേട്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വെറുതെ കിടന്നിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നൊക്കെ കിടന്ന് മൂളുന്നു. എന്നിട്ട് നേരെ നമ്മുടെ രേവതീനെ തന്നെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതീനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ സച്ചി ഒന്നുകൂടി ഇങ്ങനെ രേവതീനെ നോക്കുകയാണ്, കണ്ണ് മിഴിച്ചിങ്ങനെ നോക്കുകയാണ്. അപ്പൊ രേവതി പറഞ്ഞു, അതെ സ്വപ്നം കണ്ടത് മതി, ജോലിക്ക് പോകണ്ടേ, എണീക്ക്, ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചോദിച്ചു, ഇത് എന്ത് പറ്റി ഇങ്ങനെ നോക്കുന്നത്? ഇതെന്താ പതിവില്ലാതെ ഒരു നോട്ടം? അത് പിന്നെ അല്ല, നിന്നെ കണ്ടിട്ടെ ആകെ മൊത്തൊരു വ്യത്യാസം തോന്നുക. ഇന്ന് നീ കൂടുതൽ സുന്ദരി ആയതുപോലെ തോന്നുക. പിന്നെ ഞാൻ എപ്പോഴത്തെയും പോലെ തന്നെയാ. ഇന്ന് അല്പ സൗന്ദര്യമൊന്നും കൂടിയിട്ടില്ല കേട്ടോ. ദേ പഴയ രേവതി തന്നെയാ ഞാൻ. രാവിലെ ട്രിപ്പുണ്ട്, രാവിലെ തന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ എണീക്കാതെ കിടക്കുന്നത്? എണീക്ക് ബാ എന്ന് പറഞ്ഞ് ആ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിനെ പൊക്കി എണീപ്പിക്കുകയാണ്. എന്നിട്ട് രേവതി പറഞ്ഞു, അതെ ഞാൻ ചായ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി രേവതിയുടെ കയ്യിൽ അങ്ങ് കയറി പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ അടുപ്പിച്ചു കേട്ടോ. ഇതുവരെ സച്ചിക്ക് രേവതിയോടില്ലാത്തൊരു പ്രത്യേക സ്നേഹമാണ് പുതിയ രേവതി വന്നപ്പോൾ സച്ചിക്കെന്ന് തോന്നുന്നു. ഏതായാലും അടുപ്പിച്ച് ഫ്രണ്ടിലേക്ക് വലിച്ചിട്ട് നമ്മുടെ രേവതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പതുക്കെ ബെഡിലേക്ക് അങ്ങ് ഇരുത്തിയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ കൈയും കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, വേണ്ട കേട്ടോ. ശരി വേണ്ടെങ്കിൽ വേണ്ട. അല്ല, സ്വപ്നം കണ്ടത് മതിയെന്ന് പറഞ്ഞല്ലോ. ഞാൻ സ്വപ്നം കാണുകയാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഉറക്കത്തിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. ഉറക്കത്തിൽ ഞാൻ ചിരിക്കുന്നുണ്ടായിരുന്നെന്നോ? നല്ല സ്വപ്നം ഞാൻ കണ്ടത്, പിന്നെ എങ്ങനെയാ ചിരിക്കാതിരിക്കുന്നത്? അല്ല, ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് പറയണോ? അല്ല, കേൾക്കണമെന്നുണ്ട്. ഏതായാലും ജോലിക്ക് പോകണ്ടേ, വന്നിട്ട് പറഞ്ഞാൽ മതി. ദേ ആ ട്രിപ്പൊക്കെ ക്യാൻസലായി, ഇപ്പം വിളിച്ചു പറഞ്ഞിരുന്നു. സമാധാനമായി. ഇനിയിപ്പം കുറച്ചധികം സമയം സച്ചേട്ടൻ കൂടെ ഉണ്ടാവൂലോ, ആശ്വാസമായി. എങ്കിൽ പറയ, എന്താ സ്വപ്നം കണ്ടത് സച്ചേട്ടൻ? നല്ല സ്വപ്നം ഞാൻ കണ്ടത്, പറയട്ടെ? പറയ് സച്ചേട്ടൻ പറ. അതെ, പണിയൊക്കെ കഴിഞ്ഞ് നല്ല ചുള്ളനായിട്ട് കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തിറക്കുക. അപ്പോഴത്തേക്കും എനിക്കൊരു ലോങ് ട്രിപ്പ്, നല്ല പാട്ടൊക്കെ വെച്ച് യാത്രക്കാരെയും കൊണ്ട് ഞാൻ മൂന്നാറിലേക്ക് 80 വിട്ടടിച്ചു പോയി. ഇതാണോ സ്വപ്നം? നല്ല സ്വപ്നം. ഞാൻ ഓർത്തു എന്നെക്കുറിച്ചാ സ്വപ്നം കണ്ടതെന്ന്. തൂക്കി കയറി വെടിവെക്കാതെ ഞാൻ ബാക്കി കൂടി പറയട്ടെ. ഏതായാലും അങ്ങനെ 80 വിടുമ്പോഴേ നിന്റെ ഒരു കോള്, ഞാൻ കാർ നിർത്തിയിട്ട കോൾ അറ്റൻഡ് ചെയ്തു. അപ്പൊ നീ പറയുക ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന്. എന്ത് സന്തോഷ വാർത്തയുണ്ടെന്ന്? എന്ത് സന്തോഷ വാർത്തയുണ്ടെന്നോ? ദേ നീ ഗർഭിണിയാണെന്ന്. അത് കേട്ടപ്പോ സത്യം പറഞ്ഞ് എനിക്ക് ചിരി വന്നു. നീയും അമ്മയും ഞാൻ അച്ഛനും ആകാൻ പോവുകയാണെന്ന്. എന്തോ
സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് യാത്രക്കാരെ വേറൊരു കാറിൽ മൂന്നാറിലേക്ക് കയറ്റി വിട്ടു. എന്നിട്ട് പിന്നെ എന്താ സച്ചേട്ടാ പറ്റിയത്? എന്നിട്ട് എന്താ പറ്റിയെന്നേ ബാ ഞാൻ കാണിച്ചു തരാം, നീ ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്ന് നിൽക്കേ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പതിയെ നമ്മുടെ രേവതിനെ പിടിച്ച കട്ടിലേന്ന് എണീപ്പിച്ച് അവിടെ നിർത്തിയിട്ട് പതിയെ നമ്മുടെ സച്ചി വെളിയിൽ പോവാണ് കേട്ടോ. കാരണം സ്വപ്നം കണ്ടത് കാണിക്കണ്ടേ, അതുകൊണ്ടാട്ടോ വെളിയിൽ പോയിട്ട് ഓടി വരികയാണ്. രേവതി എന്ന് വിളിച്ചോണ്ടാ ഓടി വരുന്നത്. എന്നിട്ട് കയറി വന്ന് നമ്മുടെ രേവതിനെ അങ്ങ് എടുത്തിട്ടൊരു ഒറ്റ കറക്കം കറക്കിയപ്പോഴത്തേക്ക് രേവതി, സച്ചേട്ട ഇത് എന്ത് സച്ചേട്ട, നിലത്ത് നിർത്തി സച്ചേട്ട, ഇത് നിർത്തി, ഇത് എന്താ സച്ചേട്ട, ഇത് വാതിൽ പോലും അടച്ചിട്ടില്ല, ആരെങ്കിലും വരും. എന്താ പറ്റിയത്? സ്വപ്നം തീർന്നില്ല, ഇനിയും ഉണ്ട്. നോണ പറയുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. ഞാൻ 4 പ്രസവിച്ച് എന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച ആളാ. എന്നിട്ട് പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോ ഇങ്ങനെ ഓടി വന്ന് എടുത്ത് ഇങ്ങനെ കറക്കുന്നത്. ഇത് വെറുതെ പറയുന്നതാ. കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കുന്നതും യാത്ര പോകുന്നതൊക്കെ വരെ ഓക്കെ, അതുവരെ സ്വപ്നം കണ്ടു. ബാക്കിയൊക്കെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ കള്ളം പറയുന്നത്. മക്കള് വേണ്ട, മക്കള് വന്ന ഭാരമാവുന്നൊക്കെയല്ലേ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. രേവതി സത്യമായിട്ടും ഉണ്ടല്ലോ, ഞാൻ സ്വപ്നം കണ്ടു തന്നെ ഇത്. എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ സച്ചേട്ടാ, ശരിക്കും അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഞാൻ ഒരു ദിവസം പറയും. അന്ന് സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഏതായാലും ഇന്ന് ഇങ്ങനെയൊന്നും ചെയ്യണ്ട, സത്യമാകട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഏതായാലും ഇന്ന് ഞാൻ പോയി ഒരു ചായ എടുത്തോണ്ട് വരട്ടെ, കുഴപ്പമില്ലല്ലോ, പോട്ടെ. പോയി ചായ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതി ചായ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു മുഹൂർത്തമൊക്കെ നമ്മുടെ രേവതി ആയിട്ട് കാണാൻ. പക്ഷേ നമ്മുടെ പഴയ രേവതി ആയിരുന്നെങ്കിൽ ഒന്നും കൂടി കളറായേനെ അല്ലേ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഏതായാലും രേവതി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാണ് കേട്ടോ, അവളെ പറ്റിക്കാൻ പറ്റത്തൊന്നുമില്ല, മിടുക്കി കണ്ടുപിടിച്ച് കളഞ്ഞില്ലേ. ഏതായാലും സച്ചി ഇതുപോലത്തെ ഒരു സ്വപ്നമൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. നമ്മുടെ സച്ചി വെറുതെ അങ്ങോട്ട് ചുമ്മാ പൊക്കി വിട്ടതാണ്, അത്രേ ഉള്ളൂ. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെ ഒക്കെ വീട്ടിലേക്ക് 2 പേര് സ്കൂട്ടിയിൽ വരികയാണ് കേട്ടോ. അങ്ങനെ 2 പേര് സ്കൂട്ടിയിൽ വന്നിറങ്ങി വീടിന്റെ പുറത്ത് വന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. വാതിൽ തുറക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ ചന്ദ്രമേടം തന്നെയാണ് കേട്ടോ. ഏതായാലും ചന്ദ്രമേടം വാതിൽ തുറന്നതും നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞങ്ങൾ ഫിനാൻസ് കമ്പനിന്നാ വരുന്നത്. ഫിനാൻസ് കമ്പനിന്നോ? അല്ല നിങ്ങളല്ലേ ചന്ദ്രമതി? അതെ. ആണോ? ഞാനാണോ ചന്ദ്രമതി? നിങ്ങളാണോ എന്ന് ഞങ്ങളല്ലേ അങ്ങോട്ട് ചോദിച്ചത്. അല്ല ആണോ? അല്ലേ? അതെ ഞാൻ തന്നെയാ ചന്ദ്രമതി. എന്താ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല, ഞാൻ തന്നെയാ ചന്ദ്രമതി. അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, ഞങ്ങളുടെ കസ്റ്റമർ അല്ലേ, കസ്റ്റമറാണ് ദൈവം എന്ന് ഞങ്ങളുടെ ബോസ് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കണ്ടൊന്ന് തൊഴാൻ വന്നതാ ഞങ്ങള്. എന്താ പ്രശ്നമുണ്ടോ? തൊഴുതിട്ടെ, വേഗം നിങ്ങൾ പോകണേ, പെട്ടെന്ന് എന്താ തൊഴാത്തത് നിങ്ങള്? ഈ തള്ളക്ക് പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ലെന്നാ തോന്നുന്നത്. തള്ളെ, നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ? കളിയാക്കിയതും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കളിയാക്കിയതോ? അതെ, ഈ മാസത്തെ പലിശ അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ എന്താ പലിശ അടയ്ക്കാത്തത്? പലിശ അതെ, ഞാൻ മറന്നിട്ടൊന്നുമില്ല, അത് ഞാൻ അടയ്ക്കാനായിട്ട് ഓഫീസിലേക്ക് വരാനിരിക്കുകയായിരുന്നു. നിങ്ങൾ വേഗം പോയിക്കോ, ഞങ്ങൾ ഇപ്പൊ തന്നെ വന്ന് പലിശ അടച്ചോളാം. അതെ, ഇത് ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങളെ ഒരു മുങ്ങൽ വിദഗ്ധനാന്നാ ബോസ് പറയുന്നത്. അത് ചുമ്മാ നിങ്ങളുടെ ബോസ് പറയുന്നതാ. എനിക്ക് നീന്താൻ പോലും അറിയത്തില്ല, പിന്നല്ലേ മുങ്ങാന്. പ്ലീസ് നിങ്ങൾ ചെല്ല്, ഞാൻ വന്നോളാം. ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ ചെല്ല്. എന്താ അടുത്ത വീട്ടുകാർ കേൾക്കുന്ന പേടിയുണ്ടോ? എൻ്റെ ഈശ്വര, അടുത്ത വീട്ടുകാർ കേൾക്കുന്നല്ല, ഇവിടെ ഉള്ളവർ കേൾക്കുന്ന പേടി. ഇതെങ്ങനെ ഇവരോട് പറയും? എൻ്റെ ഈശ്വര, രവിയേട്ടൻ എങ്ങനെ വന്നാൽ തീർന്നു നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം. എന്നിട്ട് ചന്ദ്ര പറഞ്ഞു, അയ്യോ അടുത്ത വീട്ടുകാർ കേൾക്കുമെന്നുള്ള പേടിയല്ല. അവര് കേട്ടാ എനിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇപ്പൊ ചെല്ല്, ഞാൻ പിറകെ വന്നോളാം, പലിശ അടച്ചോളാം. അതുപോരെ നിങ്ങൾക്ക്? അല്ല നിങ്ങൾ വരൂലോ അല്ലേ ചന്ദ്രമതി? ഉറപ്പായിട്ടും വരും, നിങ്ങൾ ചെല്ല് പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. എന്നാ പിന്നെ ഞങ്ങൾ പോവുക, നിങ്ങൾ പെട്ടെന്ന് വന്നാൽ മതി കേട്ടോ. അതെ, കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? കുടിക്കാൻ വെള്ളമോ? അതെ, കുറച്ച് ചൂടുവെള്ളം. അത് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കുടിച്ചാൽ പോരെ? കഷ്ടം, എന്താ നിങ്ങൾ ഇങ്ങനെ? ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് 17 ലക്ഷം രൂപ കടം തന്നു. അതിൻ്റെ ഒരു സ്നേഹമെങ്കിലും എൻ്റെ കാണിക്ക് പൊന്നു സ്ത്രീയെ, കുറച്ച് വെള്ളമല്ലേ ചോദിച്ചോളൂ. എന്നാ പിന്നെ നിങ്ങൾ പോയി വെള്ളം എടുത്തിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. അല്ല സോറി, നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതേ.
എന്നാ ചെല്ല് ഇതെന്താ പറ്റിയത്, എന്തോ ഒരു പന്തികേടുണ്ടല്ലോടാ എന്ന് ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വേഗം പോയിട്ട് വെള്ളം എടുക്കുകയാണ്. അങ്ങനെ ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രന്റെ മേത്തേക്ക് ഒരു ഒറ്റ മുട്ടൽ മുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും രവി ചന്ദ്രയോട് ചോദിച്ചു, ഇതെന്താടി നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഈ വെപ്രാളം പിടിച്ചങ്ങോട്ട് ഈ ഓടുന്നത്, അല്ല പുറത്താരെങ്കിലും വന്നോ? ഇല്ല, പുറത്താരും വന്നിട്ടില്ല. അല്ല ആരോ അവിടെ വന്ന് നിപ്പുണ്ടല്ലോ. അത് പിന്നെ വേറെ ആരുമല്ല, അവരെ ഈ പരിസരത്ത് എവിടെയെങ്കിലും വാടക വീട് കിട്ടുമെന്ന് അന്വേഷിച്ച് വന്നതാ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലെന്ന്. എന്നിട്ട് അവരെന്താ പോകാത്തത്, അവിടെ തന്നെ നിപ്പുണ്ടല്ലോ. അല്ല, അവരിത്തിരി വെള്ളം ചോദിച്ചു, ഞാൻ കൊടുക്കണോ വേണ്ടയോ? നീ ചെല്ലെ വെള്ളം എടുത്തോണ്ട് വാ. വീട്ടിൽ കയറി വരുന്നവർക്ക് വെള്ളം പിന്നെ കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അവരോട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. അതെന്താ ഞാൻ ഇവിടെ ഇരിക്കാൻ നീ പറയുന്നത്? എൻ്റെ പൊന്ന് ചന്ദ്രൻ, നീ ചെല്ലെ, നീ ആദ്യം വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇരിക്കുമല്ല നിൽക്കുവാണ്. അപ്പോൾ അവിടെ രണ്ടുപേരും നിൽപ്പുണ്ടല്ലോ. അവരോട് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഏതായാലും നിങ്ങളെ വന്നിരിക്കുക, വെള്ളം കുടിച്ചിട്ട് പോയാൽ മതി, ഇപ്പം വെള്ളം കൊണ്ടുവരുന്നു പറഞ്ഞു. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ അവിടെ ഇരുന്നു. അവരും അവിടെ ആ ഒരു സെറ്റിൽ കയറി ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ, അല്ല നിങ്ങളുടെ വീട് എവിടെയാ? അത് പറഞ്ഞില്ലല്ലോ. അത് ഇവിടെ അടുത്ത് തന്നെയാ. അല്ല, അത് വീട് അടുത്ത് തന്നെയാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ വാടക വീട് അന്വേഷിച്ച് നടക്കുന്നത്? വാടക വീടോ? എന്തിന് വാടക വീട്? അല്ല, വാടക വീട് അന്വേഷിച്ചാണല്ലോ നിങ്ങൾ ഇവിടെ വന്നത്. അപ്പോഴത്തേക്ക് ഓടി നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് ഇങ്ങനെ അവരെ നോക്കിയിട്ട് പറയുകയാണ് കേട്ടോ, മിണ്ടരുത്. അതും കൈ ഇങ്ങനെ കാണിച്ചിട്ടാ പറയുന്നത്. രവീന്ദ്രനെ ചൂണ്ടി കൈ ഇങ്ങനെ കാണിച്ചിട്ട് മിണ്ടരുത്, വട്ടാണ്, മുതുവട്ട്, മിണ്ടിക്കഴിഞ്ഞിട്ടുണ്ടെ കൊല്ലും എന്നാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അവിടെ ഇരുന്നവർക്ക് ഒരു സംശയം, ഇനിയിപ്പോ വട്ടുള്ളവർ വല്ലതും ആണോ എന്ന് അറിയത്തില്ല. അത് ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യമാണ് സംസാരിക്കുന്നത്. കാരണം വാടക വീട് അന്വേഷിക്കാൻ വന്നാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ അതിനല്ലല്ലോ അവർ രണ്ടുപേരും വന്നത്. അപ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യമായതുകൊണ്ട് ഇവർക്ക് ഒരു ചെറിയ സംശയം, ഇനി വട്ടാണോ എന്ന്. ഏതായാലും വെള്ളം നമ്മുടെ ചന്ദ്ര കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് ഇവന്മാർക്ക് രവീന്ദ്രനെ കണ്ടതും അങ്ങ് എന്തോ പന്തികേട് പോലെ തോന്നുമോ. വട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വട്ട് പോലെയല്ലേ തോന്നത്തുള്ളൂ. അപ്പൊ ഇവന്മാരിറങ്ങി ഓടുവാണ്. എടാ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലടാ വാടാന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം ഓടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വെള്ളവും കൊണ്ട് വന്നു. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്ത് പറ്റി, ഇവന്മാരെന്തിനാ ഓടിപ്പോയത്, ഇവന്മാർക്ക് എന്താ വട്ടാണോ? ഉണ്ടിട്ടുണ്ട്, ഇവന്മാർക്ക് എന്തോ പ്രശ്നമുണ്ട്. അറിയാത്ത ആളുകളെയൊക്കെ പിടിച്ച് വീട്ടിനകത്തേക്ക് കയറ്റാൻ പാടില്ല എൻ്റെ പൊന്ന് രവിയേട്ട. അതുകൊണ്ടല്ലേ അവന്മാരിപ്പം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയത്. ഏതായാലും വെള്ളം എടുത്തോണ്ട് വന്നതല്ലേ, ഞാൻ കുടിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ആ വെള്ളം അങ്ങോട്ട് കുടിച്ചിട്ട്, എൻ്റെ ഈശ്വര രക്ഷപ്പെട്ടു, തലനാഴിക്ക് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെന്നോ? അല്ല, ആ കള്ളന്മാരിന്ന് നമ്മൾ രക്ഷപ്പെട്ടല്ലോ. കള്ളന്മാരോ? എന്താ ചന്ദ്ര നീ പറയുന്നത്? എന്താ ഇവിടെ നടക്കുന്നത്? ഒന്നുമില്ല രവിയേട്ട, ഒന്നുമില്ല. രവിയേട്ടനെ സമാധാനമായിട്ടിരിക്കുക. ഏതായാലും എന്തോ വലിയ മല പോലെ വന്നത് എലി പോലെ പോയെന്നങ്ങ് നോക്കിക്കൊണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് നേരെ റൂമിനകത്തേക്ക് കയറി ചെന്നോട്ടോ ചന്ദ്ര. എന്നിട്ട് ചന്ദ്ര, എൻ്റെ ഈശ്വര, ഞാൻ അങ്ങനെ പറഞ്ഞത് നന്നായി, ഇല്ലെങ്കിൽ അവരെല്ലാം പറഞ്ഞ് എന്നെ രവിയേട്ടൻ ഇവിടെ പിടിച്ച് ഇപ്പം വലിയ പ്രശ്നം ഉണ്ടാക്കിയേനെ. പെട്ടെന്ന് പോയിട്ട് പലിശ ഏതായാലും അടച്ചേക്കാം. പലിശ അടച്ചില്ലെങ്കിൽ മിക്കവാറും അയാൾ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഏതായാലും അത്രയ്ക്ക് നല്ല സീൻ കണ്ടിട്ടൊന്നും അല്ലല്ലോ പോയിരിക്കുന്നത്. വട്ടുള്ള മനുഷ്യരുടെ വീടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അയാൾ പേടിച്ചു പോകും. അതിനു മുമ്പായിട്ട് തന്നെ ആ ഫൈനാൻസറുടെ അടുത്ത് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന പൈസയൊക്കെ എടുത്ത് നോട്ടുകെട്ടൊക്കെ എണ്ണിയിട്ട് നേരെ ഫൈനാൻസറുടെ അടുത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെയും സച്ചിനാണ് കേട്ടോ. അങ്ങനെ രേവതി ഇങ്ങനെ റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കുറച്ച് നോട്ടുകെട്ടൊക്കെ ഇങ്ങനെ എണ്ണിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ രേവതി ചോദിച്ചു, ഇതെന്ത് പറ്റി, ഫിനാൻസറുടെ അടുത്ത് പലിശ അടയ്ക്കാൻ വേണ്ടി പോവാണോ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? എണ്ണിയ കാശ് വീണ്ടും എണ്ണുന്ന കാണുമ്പോൾ മനസ്സിലാക്കാമല്ലോ ഇത് ഫിനാൻസർക്ക് കൊടുക്കാനുള്ളതാന്ന്. ഓഹോ, അപ്പൊ നീ എന്നെ മുഴുവനായിട്ട് പഠിച്ചു വെച്ചേക്കാ അല്ലേ രേവതി? എന്താ പഠിക്കാൻ നിങ്ങൾ സയൻസ് പുസ്തകം വല്ലതും ആണോ? ദേ നോക്കിക്കേ രേവതി, ഓരോ മനുഷ്യനും ഓരോ പുസ്തകം തന്നെയാ അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അവരെക്കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെയല്ലേ. ഈ പറഞ്ഞതിൽ അർത്ഥമുണ്ട് കേട്ടോ, അതും ശരിയാ. അതെ, ഞാൻ പുതിയൊരു തത്വം കണ്ടുപിടിച്ചല്ലേ രേവതി? ഒരു തത്വജ്ഞാനി വന്നിരിക്കുന്നു. പിന്നെ ഭയങ്കര വലിയ തത്വം തന്നെയാണല്ലോ കണ്ടുപിടിച്ചേക്കുന്നത്. ഇത് വലിയ തത്വമാണെന്നേ വേറെ ആരോടും ചെന്ന് പറയരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എന്താ എൻ്റെ തത്വത്തിന് ഇത്ര കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഹേയ് ഒന്നുമില്ല, അല്ല സമയം കളയണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, സമയം കളയണ്ടെന്നോ? എങ്ങോട്ടാ നീ പോകുന്നത്? നീ വരുമൊന്നും വേണ്ട. ആര് വരുന്നു? അതിന് ഞാൻ ഫിനാൻസറുടെ അടുത്തേക്കൊന്നും വരുന്നില്ല. ഒരിക്കൽ വന്നപ്പോൾ തന്നെ എനിക്ക് മതിയായതാ. അത് പിന്നെ നീ എങ്ങോട്ടേക്ക് പോവാ?
അല്ല ഞാൻ വേറെ എങ്ങോട്ടേക്കും അല്ല, എനിക്ക് എൻ്റെ അമ്മേനെ ഒന്ന് കാണണം, പോകുന്ന വഴി വീട്ടിലൊന്ന് ഇറക്കിയാൽ മതി, ഞാൻ അമ്മേനെ കണ്ടിട്ട് പൊക്കോളാം. അല്ല ഇപ്പം എന്തിനാ അമ്മേനെ കാണാൻ പോകുന്നതാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ പോരെ? അത് പിന്നെ അമ്മേനെ കാണണം, അമ്മേനെ കണ്ട് അമ്മയോടൊന്ന് സംസാരിക്കണം. അന്ന് അമ്മ ഇവിടുന്ന് കരഞ്ഞോണ്ടല്ലേ പോയത്, അതിനുശേഷം അമ്മ ഇതുവരെ വിളിച്ചിട്ടില്ല. എനിക്ക് വല്ലാത്ത സങ്കടം അമ്മേനെ കാണാത്തത് കൊണ്ട്. പിന്നെ ഞാൻ ചെന്ന് അമ്മയോട് സംസാരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് അത് സന്തോഷമാവുമല്ലോ. ഓഹോ അതാണോ? എങ്കിൽ പിന്നെ ഞാൻ നിന്നെ അവിടെ ഇറക്കാൻ വന്നിട്ട് വൈകുന്നേരം വന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയല്ലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ സച്ചിക്ക് ഒരു കോള് വരുന്നത് കേട്ടോ. അത് വേറെ ആരുമല്ല വിളിക്കുന്നത്, ഒരു ഓട്ടമാണ് കേട്ടോ, ഒരു ഓട്ടമാണ് ആരോ വിളിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ചന്ദ്രനെ കാണിക്കും. ചന്ദ്രൻ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രന്റെ മുന്നിൽ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, നീ എന്താ പുറത്തു പോകുന്നു എന്ന് പറയുന്നത്? എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ ഭാമയ്ക്ക് കൂട്ടായിട്ടൊന്ന് സിറ്റി വരെ ഒന്ന് പോവുക, അവൾക്ക് ആരെയോ കാണാനുണ്ടെന്ന്. ഒറ്റയ്ക്ക് പോകാനേ അവക്കൊരു മടി രവിയേട്ടാ, അതുകൊണ്ടാ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞത്. ഞാനേ ഒന്ന് പോയിട്ട് വരാം. നിനക്കിവിടെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ചന്ദ്രേ, അപ്പൊ പിന്നെ ചെല്ല്. നീ ഇവിടെ ഇല്ലെങ്കിൽ രേവതി മോൾക്ക് ഒരല്പം സമാധാനം കിട്ടുകയും ചെയ്യും. എന്ത് പറഞ്ഞാലും അപ്പൊ രേവതി ദേ ഇതിനെ എനിക്കിപ്പോ പറയാൻ സമയമില്ല, ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് ദേഷ്യം വന്ന് പോവാ. പിന്നെ നമ്മുടെ രവീന്ദ്രന്റെ മുന്നിലേക്ക് സച്ചി രേവതിയാണ് വരുന്നത്. അപ്പൊ സച്ചി രേവതിയും വന്നിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തു വരെ പോവുക, എനിക്ക് ആ ഫൈനാൻസർ എടുത്ത് പോകണം, അതുമല്ല ഇവക്ക് വീട് വരെ ഒന്ന് പോകണമെന്നാ പറയുന്നത്. അച്ഛാ ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പോയിട്ട് വാ മക്കളെ. അല്ല അമ്മ എന്തിയെ? അമ്മ ഇപ്പൊ എങ്ങോട്ടാ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. അപ്പൊ അച്ഛൻ ഇവിടെ തന്നെയുള്ളോ? ഞാൻ തന്നെയുള്ളൂ. അച്ഛൻ തന്നെയുള്ളെങ്കിൽ എങ്കിൽ പിന്നെ രേവതി നീ ഇവിടെ നിന്നോ, പിന്നെ ഒരു ദിവസം നമുക്ക് പോകാം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എന്റെ പൊന്ന് സച്ചി അവളെ കൊണ്ട് നീ പോകാൻ നോക്ക്, എന്തിനാ വെറുതെ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ അതിലെ കൊച്ചു കുഞ്ഞുമാണ് ഇവിടെ തന്നെ ഇരുന്ന് പേടിക്കാൻ, എന്നെ നീ ഇങ്ങനെ അപമാനിക്കാതെടാന്ന് പറഞ്ഞപ്പം ആണോ എങ്കിൽ പിന്നെ രേവതി നമുക്ക് പോകാന്ന് പറഞ്ഞ് ഇവർ ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ ചന്ദ്ര വെളിയിൽ നിന്ന് ആരെയൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചന്ദ്രനെ കണ്ടതും നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ അമ്മ എങ്ങോട്ടേക്കാന്ന് അറിയില്ലല്ലോ, നമുക്ക് ടൗൺ വരെ കൊണ്ടുപോയി വിടാം, പോകുന്ന വഴിക്ക് ടൗണിൽ ഇറക്കിയിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോ പിന്നെ ഇതേ പോകുന്നവരെ വഴി കൂടെ കാണുന്നവരെ പോകുന്നവരെയും കയറ്റിക്കൊണ്ട് പോകാൻ ഞാൻ ലിഫ്റ്റ് കൊടുക്കുന്ന വണ്ടിയല്ല ഇത് എൻ്റെ അന്നം. ഈ വണ്ടിക്ക് ആ തള്ള കയറിയേ തന്നെ എൻ്റെ വണ്ടിക്ക് ഗതി ഉണ്ടാകത്തില്ല. അതുപോലെ ഓരോന്ന് പറയും വണ്ടിക്കകത്തിരുന്ന്. എൻ്റെ പൊന്നു രേവതി നിനക്ക് വേറെ പണിയില്ലേ, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിയും പോവുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ഭാമേനെ വിളിച്ചപ്പോൾ ഭാമ വരുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ ചന്ദ്രയോട്. അതുകൊണ്ട് ചന്ദ്രയും നേരെ ഒരു ഓട്ടോയൊക്കെ കയറി അങ്ങ് പോവുകയാണ്. ഇതേ സമയം രേവതി സച്ചിൻ കാറിൽ അടിപൊളി റൊമാൻസ് ഒക്കെ ആയിട്ടാട്ടോ പോകുന്നത്. കാരണം ഒരു കരിമിഴി കുരുവിയെ കണ്ടില്ല ആ പാട്ടൊക്കെ ഇട്ട് അവരുടേതായ ആ ഒരു രീതിയിലൊക്കെ പോകുന്നു. അതിനിടയിൽ നമ്മുടെ സച്ചി ഇങ്ങനെ എന്താ പറയുക, സ്റ്റിയറിങ്ങിലല്ല പിടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ രേവതി ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ സച്ചിയുടെ കൈയുടെ മുകളിൽ. അപ്പോൾ അടിപൊളി റൊമാൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ചന്ദ്രനെ കാണിക്കുന്നു. അതിനിടയിൽ നമ്മുടെ ശരത്ത് ഒരു കൂട്ടുകാരനെയും കൊണ്ടുവന്ന് നമ്മുടെ ചന്ദ്രയ്ക്കൊരു 8ന്റെ പണി കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് കാണിക്കുന്നു. കാരണം അത്രയ്ക്ക് മാത്രം ദേഷ്യം ശരത്തിനുണ്ട്. അപ്പോഴേക്കും ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ വാടാ ശരത്തെ, നമുക്ക് ആ പെണ്ണുപിള്ളക്ക് നല്ല കിട്ടില്ലാൻ പണി തന്നെ കൊടുക്കണം, ആ പെണ്ണുപിള്ള നിന്നെ അതുപോലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തിയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ഓട്ടോയിൽ വരുന്ന കാണിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ചന്ദ്ര വരുന്ന ആ ഓട്ടോ നിന്നു പോവുകയാണ്. അത് കറക്റ്റ് ശരത്തിന്റെ ഒക്കെ അടുത്ത് എത്തുമ്പോഴാണ് നിന്നു പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് ഓട്ടോക്കാരനോട് ചോദിക്കുമ്പോൾ ഓട്ടോക്കാരൻ എന്താണെന്ന് അറിയില്ല, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതും ശരത്തിനെയും അതുപോലെ കൂട്ടുകാരനെയും കാണിക്കുന്നു. അങ്ങനെ ശരത്തിനെ നോക്കിയിട്ട് ഇങ്ങനെ ശരത്തിനെയും കൂട്ടുകാരനെ നോക്കിയിട്ട് കൈ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ, ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പ്ലാനിങ് ആണല്ല ചന്ദ്രനെ അവിടെ നിർത്തിയിട്ട് ചന്ദ്രയുടെ കയ്യിലുള്ള ആ ഒരു ബാഗ് തട്ടിപ്പറിക്കണം. ഏതായാലും ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്തൊരു അടിപൊളി വിശേഷവുമായിട്ട് വരാട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.